ആ വാ പോവാം. വല്ല കാര്യം ഉണ്ടോ ഇവർക്കൊക്കെ? അടങ്ങിയോടെ നിന്നാ പോരായിരുന്ന. ഇനി പോവാം, കാര്യം കഴിഞ്ഞു. ഇന്ന് നമുക്ക് ഒരു ലോഡ് സാധനം വാങ്ങാനുള്ള ദിവസം, ഒത്തിരി പണിയുള്ളൊരു ദിവസമായിരുന്നു. അങ്ങനെ പോകാൻ റെഡിയായി നിന്നപ്പോഴായിരുന്നു സ്വപ്നക്കൂട് സിനിമ. അതിൽ ആ ഒരു സീൻ കാണാതെ പോകുന്ന മനസ്സിന് ഭയങ്കര വിങ്ങലായതുകൊണ്ട് ഞാൻ അത് കണ്ടു തീർത്തിട്ട് തന്നെ പോകുന്നത്. എപ്പോൾ പോലും ലിസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഞാൻ ഇന്ന് ലിസ്റ്റ് ഇല്ലാണ്ടാ നോക്കി കണ്ടങ്ങ് വാങ്ങാന്ന് പറഞ്ഞ് വന്നത്. അതാണ് ഈ കിടന്ന് തപ്പിപ്പറക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. അപ്പൊ അങ്ങോട്ട് കയറിയ പാടെ എന്തോ ഒരു സാധനം ഞാൻ കണ്ടതാ. തിരിച്ചു വരുമ്പോൾ എടുക്കാന്ന് വിചാരിച്ചു. പക്ഷെ അത് എന്തോ അന്ന് തിരിച്ചിറങ്ങാൻ നേരം മറന്നുപോയി. അങ്ങനെ അതും ആലോചിച്ച് അവിടെ വായുമ്പോഴൊന്നും നിൽക്കണം ഇപ്പാണ് കാണുന്നത്. ആ ഏരിയയിലാണെന്ന് അറിയാം, പക്ഷെ ഇപ്പൊ നോക്കിയിട്ട് ആ സാധനം എന്താണെന്ന് ഒരു ഓർമ്മ പോലും കിട്ടുന്നില്ല. അങ്ങനെ ബില്ല് അടിച്ച് നമ്മൾ വണ്ടി എടുത്ത് നേരെ പോകുന്ന ഇച്ചിരി ജ്യൂസ് കുടിക്കാനാ. ജ്യൂസാ ഷെയ്ക്കാന്ന് പറഞ്ഞ് ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ ഞങ്ങൾ നേരെ അമ്പലകുളങ്ങരയിലെത്തും. അതാണ് ഈ അടുത്ത കാലത്തായിട്ട് ഇപ്പൊ നടക്കുന്ന ഒരു സ്ഥിര ഏർപ്പാട്. അബിക്കാണെങ്കിൽ ഇന്ന് ഷെയ്ക്ക് ഒന്നും വേണ്ട, ഒരു സോഡാലയം മതി എന്ന് പറഞ്ഞ അബി ഇരുന്നപ്പോൾ എനിക്ക് വേണ്ട സാധനം മൊയ്റ്റായിരുന്നു. പക്ഷെ അത് എടുത്ത് തരാൻ സ്റ്റാഫില്ലായിരുന്നു, ഒരു ഓപ്പൺ ചെയ്തേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കിട്ടിയതിലെങ്കിൽ ഞാനും ഒരു സോഡാലയം വാങ്ങി കുടിച്ചു. അവിടുന്ന് നേരെ നമ്മൾ വണ്ടിക്ക് പൊല്യൂഷൻ എടുക്കാനായിട്ട് പോയിട്ട് വരുന്ന വഴിയും എത്ര ആലോചിച്ചിട്ടാ മറന്നുപോയ സാധനം എന്താണെന്ന് എനിക്ക് കിട്ടില്ല. ഇതുവരെ സാധനം ഇതുവരെ എന്താ കിട്ടിയിട്ടില്ല, ഞാൻ വാങ്ങിച്ചിട്ടില്ല. അങ്ങനെ ആലോചിച്ച് നമ്മൾ മണ്ണഞ്ചേരി എത്തി. അവിടെ അബിയുടെ ഇയറിംഗിന്റെ ആണ് ഇന്ന് ഒടിഞ്ഞു പോയിരുന്നു. അപ്പൊ അതൊന്ന് മാറ്റി വാങ്ങണമായിരുന്നു. അതുപോലെ അബിക്ക് ഒരു സിൽവർ ഇയറിംഗ് കൂടെ നോക്കണമായിരുന്നു. അതും നോക്കി കുറച്ച് പപ്പടം വാങ്ങി നമ്മൾ ഇതാ വീട്ടിൽ പോകുന്നിടത്ത് അമ്മ വിളിച്ച്, അമ്മ മാർക്കറ്റിൽ പോകാൻ നിൽക്കുവാണ്. എന്നെ ഇറങ്ങി നിന്ന് നമുക്ക് ഒന്നിച്ച് പോകാന്ന് പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ ചെന്ന് അമ്മയെ പിക്ക് ചെയ്തപ്പോൾ താണ്ടട അവൾ ഓടി വണ്ടി കയറി. അവക്കാണ് ഈയിടെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ആള് നല്ല ഹാപ്പി ആയിട്ട് കാഴ്ചയും കണ്ടെങ്കിൽ അങ്ങനെ മാർക്കറ്റിൽ പോയി പച്ചക്കറിയും വാങ്ങി റേഷൻ കടയിൽ പോയി സാധനവും വാങ്ങിച്ചിട്ട് നമ്മൾ കുറച്ച് ജ്യൂസ് കുടിക്കാന്ന് വിചാരിച്ചാൽ ആദ്യം വന്നത് ഞാൻ ഓർഡർ ചെയ്ത ഷാർജ ഷേക്ക്. അതാണെങ്കിൽ രണ്ടും കൂടി ഇരുന്ന് കുടിച്ചു തീർത്തു. പുറത്തിരിക്കുന്ന പിള്ളേരെന്തോ കാണിക്കുന്നത് നോക്കി പല്ല് 32 പുറത്തിട്ടോണ്ടിരിക്കണം. ബൈ ദ വേ ഷേക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. അമ്മയാണെങ്കിൽ തലയും മാന്തി അടുത്ത ഷേക്കിനായിട്ടുള്ള കാത്തിരിപ്പായിരുന്നു. ഞാൻ ഓർഡർ ചെയ്ത് മാത്രമല്ലേ വന്നുള്ളായിരുന്നു. ഇത് എന്റെ ആണോ? ഇത് ആ അവകാശവാദം പക്ഷെ വളരെ കുറച്ചു നേരം മാത്രമേ നിലനിന്നുള്ളൂ. ഗ്യാപ്പിൽ ഞാനത് കഴിക്കലായി. അമ്മയുടെ എക്സ്പ്രഷൻ കണ്ട് എഡിറ്റ് ചെയ്യുന്നിടത്ത് എനിക്ക് എന്നെ പാവം തോന്നി. തണുപ്പടിച്ചിട്ടാണെങ്കിൽ എന്റെ ചെവിയും തലയെല്ലാം പണ്ടാരടങ്ങിപ്പോയി. ആക്ച്വലി ആ ഷെയ്ക്ക് അബിക്ക് ഓർഡർ ചെയ്തതായിരുന്നു. പക്ഷെ കിട്ടിയപ്പോൾ അമ്മ വിചാരിച്ചു അമ്മയുടെ തന്നെ. അതിന്റെ ആക്രാന്തമാണ് കണ്ടത്. ഫൈനലി ഇത് അമ്മയുടെ ഫലൂടെ വെച്ച് അതും കുടിച്ച് നമ്മൾ ആ വീട് പിടിച്ചു.